സംസ്ഥാനത്ത് 7 ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. 1,11,00,000-ലധികം വോട്ടർമാർ തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് 1316 പ്രശ്നബാധിത ബൂത്തുകളെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചു. തീരുമാനം പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലെന്ന് രമേശ് ചെന്നിത്തല. സ്വാഗതം ചെയ്യുന്നുവെന്ന് SNDP. ബാർക്കോഴക്കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് CPM. തുടരന്വേഷണം ആവശ്യപ്പെട്ടത് VS എന്ന് ഉമ്മൻചാണ്ടി. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുത സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമെന്ന് രഘുറാം രാജൻ. അധികാരത്തിന്റെ ബലത്തിൽ പ്രത്യേക ആശയങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിക്കുന്നുവെന്ന് നാരായണമൂർത്തി. രാജ്യത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും സംരക്ഷിക്കണമെന്ന് ആവർത്തിച്ച് രാഷ്ട്രപതി. ബംഗ്ലാദേശിൽ മതേതര എഴുത്തുകാർക്കും പ്രസാധകർക്കും നേരെ ആക്രമണ പരമ്പര. ഒരാൾ കൊല്ലപ്പെട്ടു. ഫൈസൽ അറഫിൻ ദീപൻ ഈ വർഷം കൊല്ലപ്പെടുന്ന 4ാമത്തെ എഴുത്തുകാരൻ. കൊല്ലപ്പെട്ട ബ്ലോഗർ അഭിജിത്ത് റോയിയുടെ പ്രസാധകനും ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിൽ മതേതര എഴുത്തുകാർക്കും പ്രസാധകർക്കും നേരെ ആക്രമണ പരമ്പര. ഒരാൾ കൊല്ലപ്പെട്ടു. മതേതര ബ്ലോഗ് എഴുത്തുകളുടെ പ്രസാധകനായ ഫൈസൽ അറഫിൻ ദീപനാണ് കൊല്ലപ്പെട്ടത്. ധാക്കയിലെ മാർക്കറ്റിൽ വെച്ചാണ് ഫൈസലിനെ ഒരു സംഘം ആളുകൾ കുത്തിവീഴ്ത്തിയത്. ഈ വർഷം ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ മതേതര എഴുത്തുകാരനാണ് ഫൈസൽ. ധാക്കയിൽ 2ഇടത്ത് എഴുത്തുകാർ ആക്രമിക്കപ്പെട്ടു. കൊല്ലപ്പെട്ട ബ്ലോഗർ അഭിജിത്ത് റോയിയുടെ പ്രസാധകൻ അഹമ്മദുർ റാഷിദ് തുത്തുലിനെയും ആക്രമിച്ചു. തുത്തുലിനൊപ്പം രൺദീപ് ബസു, താരിഖ് റഹീം എന്നീ എഴുത്തുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈലയുണ്ട്. സുഹൈല, ബംഗ്ലാദേശിൽ മതേതര എഴുത്തുകാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ മതേതര എഴുത്തുകാർക്കെതിരെ നടക്കുന്ന ആക്രമണ പരമ്പരയുടെ തുടർച്ചയാണ് ഇന്നത്തെയും സംഭവം. മതേതര എഴുത്തുകാരുടെ പ്രസാധകനായി അറിയപ്പെടുന്ന ഫൈസൽ ദിബനാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം തന്റെ ഓഫീസിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത്. ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ മാർക്കറ്റിൽ വെച്ച് കുത്തിവീഴ്ത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗോപി, മറ്റൊരു സംഭവം ദീപന് മാത്രമല്ല, ബംഗ്ലാദേശിൽ മറ്റ് 2 അക്രമ സംഭവങ്ങളും ഇന്ന് എഴുത്തുകാർക്ക് നേരെയുണ്ടായി. എഴുത്തുകാരായ റാഷിദ് തുത്തുലു, രൺദീപ് ബസു എന്നിവരും ഇന്ന് ആക്രമിക്കപ്പെട്ടു. ഈ വർഷം തന്നെ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബംഗ്ലാദേശ് എഴുത്തുകാരനും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വംശജനും അമേരിക്കൻ എഴുത്തുകാരനുമായിരുന്ന അഭിജിത്ത് റോയ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗോപി, ബംഗ്ലാദേശിൽ മതേതര എഴുത്തുകാർക്ക് നേരെ അക്രമങ്ങൾ തുടർക്കഥയാകുന്നു. സുഹൈലിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആദ്യഘട്ട പ്രചാരണത്തിന് തിരശീല വീണു. ഏഴ് ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടിക്കലാശം. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. വൈകിട്ട് 5 മണിക്കാണ് പ്രചാരണത്തിന് സമാപനമായത്. നാടും നഗരവും കീഴടക്കിയ പ്രചാരണത്തിന്റെ കുട്ടിക്കലാശവും ആവേശകരമായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിന് കൊഴുപ്പേകാനെത്തി. നഗരങ്ങൾക്കൊപ്പം പ്രാദേശിക കേന്ദ്രങ്ങളിലും ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു കുട്ടിക്കലാശം. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന സമയങ്ങളിൽ പ്രവർത്തകർ ആവേശ കൊടുമുടിയിലായിരുന്നു. തെക്കൻ കേരളത്തിലെ 3 ജില്ലകളിലും പരസ്യപ്രചരണത്തിന് കൊടിയിറങ്ങി. ഇനി നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ. ആവേശകരമായ കൊട്ടിക്കലാശമാണ് 3 ജില്ലകളിലും കണ്ടത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ മുന്നണികൾ ഗ്രാമപ്രദേശങ്ങൾ ഒത്തുകൂടി ഉള്ള ഒരു കലാശക്കൊട്ടായിരുന്നു ഇടുക്കിയിൽ നടന്നത്. ഇടുക്കിയിൽ നടന്ന കലാശക്കൊട്ട സമാധാനപൂർവ്വമായി പര്യവസാനിച്ചു. കൊല്ലം ജില്ലയിൽ കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം, ഇരവിപുരം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നത്. അത്യധികം ആവേശകരമായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1.
നാടും നഗരവും കീഴടക്കിയ പരസ്യപ്രചാരണമാണ് മലബാർ മേഖലയിലും ഉണ്ടായത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് പ്രചാരണം അവസാനിച്ചു. മലബാറിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നവംബർ 2-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടങ്ങളിലെ പരസ്യപ്രചാരണം അവസാനിച്ചു. അണികളുടെയും പ്രവർത്തകരുടെയും എല്ലാം ആവേശകരമായ കൊട്ടിക്കലാശത്തോടുകൂടിയാണ് പരസ്യപ്രചാരണത്തിന് സമാപനമായത്. തെരഞ്ഞെടുപ്പ് ചൂടിന്റെ എല്ലാ ആവേശവും നിറഞ്ഞതായിരുന്നു കണ്ണൂർ ജില്ലയിലെ കൊട്ടിക്കലാശം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കൊട്ടിക്കലാശത്തിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇരുമുന്നണികളും BJPയും തങ്ങളുടെ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. അവസാന നിമിഷം തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ച് ഓരോ വോട്ടും സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇരുമുന്നണികളും BJPയും. അല്പം വൈകിയാണ് തുടങ്ങിയതെങ്കിലും വയനാട്ടിലെ കൊട്ടിക്കലാശവും ആവേശപൂർവ്വമായിരുന്നു. നാളെ നിശബ്ദ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ ജനം വിധി എഴുതും. വിവിധ ബ്യൂറോകൾക്കും ക്യാമറ പേഴ്സൺ അന്ന ബഷീറിനുമൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1. ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു മറ്റന്നാൾ. കേരളം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട രാഷ്ട്രീയ അടിയൊഴുക്കുകൾ? ഏത് തരത്തിലായിരിക്കും ജനവിധി ഉണ്ടാകാൻ പോകുന്നത്? കഴിഞ്ഞ 4 ആഴ്ചയായി കേരളം ആഘോഷപൂർവ്വം കൊണ്ടാടിയ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന് ആദ്യഘട്ടത്തിന്റെ പ്രചാരണത്തിന് കൊടിയിറങ്ങുമ്പോൾ കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇന്ന് എന്നോടൊപ്പം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവർ ഈ കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയ വിഷയങ്ങളെ വിലയിരുത്തും. നമുക്ക് അതിഥികളായി ഉണ്ട് ദ ഹിന്ദുവിന്റെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ C. ഗൗരിദാസൻ നായർ തിരുവനന്തപുരത്ത്, മാതൃഭൂമിയുടെ മുൻ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ NP രാജേന്ദ്രൻ എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിൽ, മാധ്യമപ്രവർത്തകരായ സണ്ണിക്കുട്ടി അബ്രഹാം, ജേക്കബ് ജോർജ് എന്നിവർ തിരുവനന്തപുരത്ത്, തേജസിന്റെ എഡിറ്റർ NP ചേക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിലൊപ്പം തന്നെ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ശ്രീ C. ഗൗരിദാസൻ നായർ, എല്ലാ കാലത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക അതാത് മേഖലകളിലെ പ്രാദേശിക വിഷയങ്ങളാണ്. മുൻപ് എന്നത്തെക്കാളും ഉപരിയായി ഇത്തവണ ദേശീയ പ്രാധാന്യം നേടിയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച ബാർക്കോഴ പോലുള്ള വിഷയങ്ങളും അവസാന ഘട്ടത്തിൽ സജീവ പ്രചാരണ വിഷയമായി മാറി. ജാതി മത രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ ഒരു പരീക്ഷണശാലയായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? ഏത് തരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാൻ പോകുന്നത്? കഴിഞ്ഞ 1995-ലെയും 2000-ലെയും 2005-ലെയും അതുപോലെ തന്നെ 2010-ലെയും തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ ഇടതുപക്ഷം വളരെ കൃത്യമായി പ്രാദേശിക വികസനത്തിൻ്റെയും പ്രാദേശിക ഭരണത്തിൻ്റെയും തൃണതലത്തിൽ നിന്നുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള പ്ലാനിങ്ങിൻ്റെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. അതിനാൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു മേൽക്കൈയോട് കൂടിയിട്ടുള്ള സമീപനം എല്ലാ ചർച്ചകളെയും പ്രാദേശിക വികസനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വളരെ സഹായകമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായത് പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങളും കൃത്യമായിട്ടുള്ള ജാതി മത അടിസ്ഥാനത്തിലുള്ള ചില വിഷയങ്ങളുമാണ്. ദേശീയ തലത്തിൽ അതിന് ആസ്പദമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ കേരളത്തിൽ തന്നെയും ചില പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ തലത്തിലേക്ക് ഈ തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഉയർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉയർത്തി എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റേതായിട്ടുള്ള വികസനത്തിൻ്റെയും പ്രാദേശികമായിട്ടുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളുടെയും അതിന് കൊടുക്കേണ്ട മറുപടികളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ള ഒരു വിമർശനവും എനിക്കുണ്ട്. പൊതുവായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന 1-2 പ്രശ്നങ്ങൾ മാത്രം ചുരുക്കത്തിൽ മാത്രം പറയാം. ദേശീയ തലത്തിലാണെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഈ വളരെ അസഹിഷ്ണുതയോടുകൂടിയിട്ട് നടത്തിയിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്, അത് സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? സ്വാധീനിക്കുന്നത് കേരളം സവിശേഷമായിട്ടുള്ള മത സാമുദായിക കോമ്പസിഷനുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നതിന്
മുമ്പ് തന്നെ ആ അജണ്ടയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നീങ്ങി. ഇപ്പോൾ ആ ചർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചർച്ച പുതിയൊരു ഘട്ടത്തിലേക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തിയിരിക്കുന്നു. സ്വാമി ശാശ്വതാനന്ദയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫർദർ ഇൻക്വയറി, ഒരു തുടർ അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ വിധി വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രാദേശിക തലത്തിൽ എന്ത് ചർച്ച നടന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ചർച്ച കേരളം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു പൊതു ചർച്ചയിലേക്ക് മാറിയിരിക്കുന്നു, ദേശീയ തലത്തിലേക്കുള്ള ചർച്ചയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയ ഓരോ വാർഡിലെയും ഓരോ പാർട്ടിയുടെയും മുന്നണിയിലെയും പ്രവർത്തകർ ഇപ്പോഴും ജനങ്ങളോട് പറഞ്ഞിരിക്കുക, അവരുടെ വോട്ടർമാരോട് പറഞ്ഞിരിക്കുക, റോഡ്, വെള്ളം, വൈദ്യുതി തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 ലെവലിലാണ് കേരളത്തിൽ. റൈറ്റ്. ശ്രീ ഗൗരിദാസ് നായർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ സംഭവിക്കാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക വിഷയങ്ങൾക്ക് ഉപരിയായി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും വിഷയമായി എന്ന് ശ്രീ ഗൗരിദാസൻ നായർ പറഞ്ഞു. ഒരു പക്ഷേ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ പ്രാദേശികതാ സ്വഭാവത്തിൽ നിന്നും ഉയർത്തി നിർത്തി രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. താങ്കൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സെമി ഫൈനലായി നമുക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ലേ? ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഗോപി, തീർച്ചയായും ഗൗരിയുടെ പറഞ്ഞതിനോട് കുറേയൊക്കെ യോജിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം പൊതുവെ കേരള സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത ദേശീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ പലരും ഈ നഗരങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് കാണുന്നത്, മാധ്യമങ്ങളിലൂടെ നാം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് കാണുന്നത്. പക്ഷേ ഗ്രാമങ്ങളിലേക്കും പഞ്ചായത്ത് തലത്തിലുള്ള ചർച്ചകളിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ, അവിടുത്തെ ആവശ്യങ്ങൾ, നിലവിലുള്ള ഭരണസമിതികൾ എത്രത്തോളം വിജയിച്ചു, അല്ലെങ്കിൽ ജനങ്ങളോട് എത്രത്തോളം ചേർന്ന് നിന്നു മുതലായ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു മുതലായ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. 2015 2010 തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2010 നടന്നത്. ഇക്കുറി ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നു. ഇവിടെ ഗൗരി പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് ആ അജണ്ട അങ്ങനെ നിലനിന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തുടക്കത്തിൽ അത്തരത്തിലൊരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് BJP SNDP കൂട്ടുകെട്ട് ചർച്ചയ്ക്ക് കഴിഞ്ഞത്. പക്ഷേ അത് പിന്നീട് അവർക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അസഹിഷ്ണുതയുടെ പ്രതിഫലനങ്ങൾ നമുക്കറിയാം. ബീഫിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് നിരവധി കാര്യങ്ങൾ, അവരുടെ ഹിന്ദുത്വ അജണ്ടകളുമായി ബന്ധപ്പെട്ട ഒത്തിരി സമസ്യകൾ അവർക്ക് തന്നെ തിരിച്ചടിയായെങ്കിൽ പോലും അത്തരം ദേശീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ബാർ വിഷയം കഴിഞ്ഞ ദിവസം KM മാണിക്കെതിരായിട്ടുള്ള കോടതി വിധി വരുന്നു, അത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അതായത് BJP സംഘപരിവാർ സംബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്ന ആദ്യകാലത്ത് വന്ന ശാശ്വതികാനന്ദ അദ്ദേഹത്തിൻ്റെ വധം സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് ഒരു കൊലപാതകമാണ്, അതിന് തുടരന്വേഷണം, അത് ഇന്ന് വന്നിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ 2 തരത്തിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു. പക്ഷേ നമ്മളിതൊരു സെമിഫൈനലാണോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായും 6 മാസത്തിനപ്പുറത്ത് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ഇതൊരു സെമിഫൈനലാണ്. പക്ഷേ അത് തന്നെ ആയിരിക്കുമോ, ഇതിൻ്റെ ട്രെൻഡ് തന്നെ ആയിരിക്കുമോ എന്ന് പറയാൻ പറ്റുമോ? 2010 70% വോട്ടുകൾ UDF നേടി, അല്ലെങ്കിൽ UDFിൻ്റെ ചരിത്രത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ നേടുമ്പോൾ ഏറ്റവും നല്ല വിജയം കാഴ്ചവെച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തട്ടിമുട്ടി അധികാരത്തിൽ 1-2 സീറ്റിൻ്റെ ഒരു ഭൂരിപക്ഷം മാത്രം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് ഒരു സെമിഫൈനലൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് നാളെ നമുക്ക് 7-ാം തീയതി കാണുന്ന ട്രെൻഡ് തന്നെ ആയിരിക്കുമോ 6 മാസത്തിന് ശേഷം എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റുമെന്ന് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ NP രാജേന്ദ്രൻ, ഇവിടെ
എല്ലാ തരത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അതിനേക്കാളൊക്കെ ഉപരിയായി ഒരുപക്ഷെ ഉയർന്നു നിന്നത് ജാതി മത രാഷ്ട്രീയമാണ്. BJP ഒരു അക്കൗണ്ട് ഇവിടെ തുറക്കാൻ സാധിക്കും, അല്ലെങ്കിൽ BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കും, അതിനുള്ള കരുത്ത് തെളിയിക്കാൻ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം എന്നൊരു പ്രതീതി ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു SNDPയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടും. പിന്നീട് ഇരു മുന്നണികളും, ഇടത് വലത് മുന്നണികൾ, ഈ വർഗീയത എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആധാരമാക്കി അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണത്തിന് അവർ മുൻതൂക്കം കൊടുക്കുകയും ചെയ്തു. ഏത് തരത്തിലായിരിക്കും ജാതി മത രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി ഇതിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? തുടക്കത്തിൽ പുതിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ, അതിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങൾ ഒക്കെ ഒരു വലിയ ഘടകമാക്കി മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്താം എന്നുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ രീതിയിൽ തന്നെ അവർ SNDPയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു ഐക്യം കൊണ്ടുവരികയും അതൊരു പ്രധാന ഘടകമായിട്ട് കേരളത്തിലെ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന, വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന, വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്ന ഒന്നാക്കി, നിർണ്ണയിക്കുന്ന ഒന്നാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്കുണ്ടായ സംഭവ വികാസങ്ങൾ, ഇവർക്കെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ, കേരളത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് ഇടതുപക്ഷക്കാരും മതേതരത്വക്കാരും നടത്തിയിട്ടുള്ള ഈ ജാതീയതയും വർഗീയതയും കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഭാസത്തിനെതിരായിട്ടുള്ള ഒരു പ്രവണത, ഒരു ചിന്ത ഉയർത്താൻ വേണ്ടി നടത്തിയുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു പ്രതീക്ഷ അവരിൽ കെടുത്തിക്കളഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും അവർ അത് വളരെ പ്രകടമായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടെ നടന്നിട്ടില്ല. തെക്കൻ പ്രദേശത്തുള്ളവരും പറയുന്നത്, ഞാൻ പല ആളുകളോടും വിളിച്ചന്വേഷിച്ച് നോക്കിയപ്പോൾ തെക്കൻ പ്രദേശത്തും SNDPയുടെയും BJPയുടെയും പ്രവർത്തകന്മാർ കൂടിച്ചേർന്നുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രചരണങ്ങൾ, കൂട്ടായ പ്രചരണങ്ങൾ, സംയുക്തമായ പ്രചരണങ്ങൾ നടത്തുന്നില്ല. SNDPയുടെ നേതാക്കന്മാരെ തന്നെ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും തന്നെ പ്രചരണ രംഗത്തേക്ക്, ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള വലിയ ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയൊരു ഇതിനനുസരിച്ച് അല്പം കൂടുതൽ വോട്ടുകൾ അവർ കിട്ടിയേക്കാമെന്നല്ലാതെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ, മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും പൊതുവെ കേരളത്തിലെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചില വാർഡുകളിലും ചില സെല്ലുകളിലൊക്കെ അവിടെ ഇവിടെയും മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പൊതുവെ സംസ്ഥാനത്ത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം തന്നെയായിട്ടാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. PM മനോജ്, 2006 ശേഷം ഒരു തെരഞ്ഞെടുപ്പും തോറ്റ അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നെല്ലാം UDFന്റെ പ്രചാരണ പരിപാടികളിൽ മുതിർന്ന നേതാക്കൾ ആവർത്തിച്ചു പറയാറുണ്ട്. ഇവിടെ അവസാന ഘട്ടത്തിൽ KM മാണിക്കെതിരായി വന്നിട്ടുള്ള കോടതി വിധി, ബാർ കോഴ കേസിൽ UDFനെ പ്രതിസന്ധിയിലാക്കിയ കോടതി വിധി, അതുപോലെ തന്നെ ഇപ്പോൾ ശാശ്വതികാനന്ദയുടെ കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനമുണ്ടായിരിക്കുന്നു. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന 7 ജില്ലകളിൽ, അതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, 4 കോർപ്പറേഷനിൽ, കണ്ണൂർ പുതിയതാണ്, മറ്റു 3ഇടത്തും LDF ഭരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭരണം നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഇടതുപക്ഷത്തിന്, ഒരു മേൽക്കൈ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു സർവേ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയതാണ്. ഞാൻ അത് പൂർണ്ണമായി ശരിയാണ് എന്ന് പറയുന്നതല്ല. പക്ഷേ ഈ കോർപ്പറേഷനുകളാകെ ഇടതുപക്ഷം. PM മനോജ്, എനിക്ക് താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ ഇരിക്കട്ടെ. PM മനോജ്, എനിക്കൊന്ന് താങ്കളെ കണക്ട് ചെയ്തിരിക്കുന്ന ടെലിഫോണിൽ എന്തോ ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ ക്ഷമിക്കണം. PM മനോജ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഏതൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഏതൊക്കെയാണ് താങ്കൾ വിലയിരുത്തുമ്പോൾ? ശരിയാണ് ഗോപി, ഈ BJPയുടെ പരീക്ഷണം തീർച്ചയായിട്ടും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി കേരളത്തിലെ സമുദായങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കണക്കുകൂട്ടൽ, അതിനുവേണ്ടി SNDP വഴി കേരള സമൂഹത്തിൽ, കേരള സമുദായങ്ങളിൽ നടത്തിയ ഇടപെടൽ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണത്.
അത് എത്രമാത്രം ഫലവത്താകും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ, കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ. കാരണം ബി ജെ പിക്കും അതൊരു നിർണായകമായ കാര്യമാണ്. കാരണം ഇത് ഇത്രയും കാലം രണ്ട് കൊടുമുടികൾ പോലെ ഉയർന്നു നിൽക്കുന്ന രണ്ട് മുന്നണികൾക്കിടയിലൂടെ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് ബി ജെ പിക്ക് ഇതുവരെയും പ്രയാസമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ തോളിൽ പിടിച്ചും കൊണ്ട് മുന്നോട്ട് കയറാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇപ്പോൾ NPR പറഞ്ഞത് അങ്ങനെ ഒരു ഫലപ്രദമായ സൂചനകളൊന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, BJP SNDP ബാന്ധവം കൊണ്ട് BJPക്ക് എത്ര ശതമാനം വോട്ട് കൂടുതൽ കിട്ടാം. പക്ഷേ ഇങ്ങനെ BJP വരും എന്ന് പേടിച്ചിട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോകും? ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോകും? ദേശീയ തലത്തിൽ പശുവിറച്ചി ഭക്ഷിച്ചാൽ ഉടനെ വീട്ടിൽ കയറി കൊല്ലുക, അതുപോലെയുള്ള ഹിന്ദു തീവ്രവാദികളുടെ നിലപാട്, ബുദ്ധിജീവികളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു രീതി, ഇതൊന്നും BJPക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് BJP നേതൃത്വം മൗനം പാലിച്ചു നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, മതേതര ചിന്താഗതിക്കാർ, കേരളം പണ്ട് മുതലേ ഒരു മതേതര സമൂഹമാണ്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ഒക്കെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്ക ഏത് വഴിക്ക് വോട്ടായിട്ട് മാറും? ഈ ചോദ്യങ്ങളെല്ലാം ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉത്തരം പറയുക എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശ്രീ PM മനോജ്, ചെറിയ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായതാണ്. ശ്രീ PM മനോജ്, താങ്കൾ എൻ്റെ ചോദ്യം കേട്ടിരിക്കുമല്ലോ. തീർച്ചയായും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് നീട്ടിവെക്കുന്നു, എന്തിന് കൃത്യസമയത്ത് ഭരണഘടനാനുസൃതം തെരഞ്ഞെടുപ്പ് നടത്താൻ UDF മടിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ്. അന്ന് തന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രത UDFനുണ്ടായിരുന്നു. അത് ജനവിധിയെ ഭയന്നുകൊണ്ടാണ് എന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടന്നു, നിയമപരമായ പോരാട്ടം നടന്നു. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ കുറഞ്ഞ, സാധാരണ തെരഞ്ഞെടുപ്പിൽ കിട്ടാത്ത രീതിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ പ്രചാരണത്തിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ തുടക്കം മുതൽ UDF പ്രതിരോധത്തിലാണ്. UDF ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞത് BJPയും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ശക്തി രൂപം കൊള്ളാൻ പോകുന്നു, അവരിങ്ങനെ അശ്വമേധം നടത്താൻ പോകുന്നു എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ ആ ശക്തി, ഈ അശ്വമേധം നടത്താൻ ഇറങ്ങിയ ശക്തി ഇപ്പോൾ എവിടെയും കാണാനില്ല. അവർ കക്ഷത്തിലിരിക്കുന്നതും പറക്കുന്നതും നഷ്ടപ്പെട്ട് ഒരു മൂലക്കിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ശക്തികളും തമ്മിൽ, ഇടതുപക്ഷവും BJP വർഗീയ ശക്തിയും തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ UDF ആശ്വസിച്ചു, ഞങ്ങളുടെ അഴിമതി, ഞങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായിരുന്നു. യഥാർത്ഥത്തിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വോട്ടുകളാണ് മഹാഭൂരിപക്ഷവും. ആ ഭരണത്തിനെതിരായ വികാരം രണ്ട് തരത്തിലേക്ക് തിരിച്ചു വിട്ട് BJPയെ സഹിക്കാൻ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ അവർ കഴിഞ്ഞു. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്ന ആശ്വാസത്തിലാണ്, ഈ അഴിമതി ഒന്നും ചർച്ച ചെയ്തില്ല എന്ന ആശ്വാസത്തിൽ UDF ഇരുന്നത്. പക്ഷേ ഒടുവിൽ വിജിലൻസ് കോടതി വിധി വന്നപ്പോൾ അതിൽ KM മാണി കുറ്റക്കാരനാണ് എന്ന് അസന്നിഗ്ധമായി തെളിയുന്ന പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ, തുടരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ UDF അതുവരെ ഒതുക്കി വെച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് മറികടക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസം മുമ്പ് തന്നെ വെളിപ്പെടുത്തൽ വന്നു. ആ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള സമീപനവും എടുക്കാതെ മാറ്റിവെക്കുകയായിരുന്നു ഗവൺമെൻറ് ഇതുവരെ. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതൃത്വത്തെയും കൃത്യമായി പ്രതിക്കൂട്ടിലാക്കുന്ന മറ്റു ചില ആരോപണങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ്, ചെറിയ പലിശയ്ക്ക് വാങ്ങി വലിയ പലിശയ്ക്ക് കൊടുത്ത് പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊരു പ്രശ്നം. രണ്ടാമത്തത് SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി എന്ന് പറഞ്ഞാൽ നിയമനങ്ങൾ നടന്ന കോഴ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ആരോപണങ്ങളായി വന്നു. ആ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ ഇന്നിതാ ശാശ്വതീകാനന്ദയുടെ 13 വർഷം അന്വേഷിച്ചതിന് ശേഷം ജലസമാധി എന്ന് തീരുമാനിച്ച് പോലീസ് മാറ്റിവെച്ച ഒരു സാധനം, അത് വീണ്ടും അതേ ക്രൈംബ്രാഞ്ചിൽ തന്നെ ഏൽപ്പിക്കുന്നു.
അത് സൂചിപ്പിക്കുന്നത് UDF പരിഭ്രമിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഞാൻ നേരത്തെ ഗൗരിദാസ് നായർ മുതൽ എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് അത് ആവർത്തിക്കാത്തത്. അത് ദേശീയ രാഷ്ട്രീയ പ്രശ്നമാണ്, അരക്ഷിതാവസ്ഥയാണ്. ഇന്ന് 4ാം വട്ടവും ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു രാജ്യത്ത് അരക്ഷിതാവസ്ഥ, അസഹിഷ്ണുത നിലനിൽക്കുന്നു എന്ന്. അരക്ഷിതാവസ്ഥ എന്ന വാക്കല്ല ഉപയോഗിച്ച അസഹിഷ്ണുത. ആ അസഹിഷ്ണുതയുടെ ഭാഗമായി രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ ഇവരൊക്കെ പരിഭ്രാന്തിയിലായിരിക്കുന്നു. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഇവർ ഹിന്ദുവിന്റെ അട്ടിപ്പേറാണല്ലോ പറയുന്നത്. എന്നാൽ ഹിന്ദുക്കൾ ഇവിടെ SNDP BJP കൂട്ടുകെട്ട് ഉണ്ടായപ്പോൾ, SNDP ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ മുതൽ മൗനം പാലിച്ചിരുന്നു UDF നേതാക്കൾ ഒരു പരിധിവരെ. അപ്പോഴെല്ലാം അവർ കണക്ക് കൂട്ടിയിരിക്കുക ഈ കൂട്ടുകെട്ട് ആത്യന്തികമായി നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് ഇടതുപക്ഷ ക്യാമ്പിലായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഓരോരോ വിഷയങ്ങളിൽ വളരെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി ഇടതുപക്ഷം SNDP BJP ബാന്ധവത്തെ നേരിടാൻ ഒരുങ്ങുകയും പിന്നീട് UDFനകത്ത് തന്നെ ലീഗ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിമതശല്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും BJPക്കെതിരായുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘങ്ങളുടെ അസഹിഷ്ണുതയ്ക്കെതിരായുള്ള ഒരു വികാരം ഉയർന്നു വരികയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ UDFൽ നിന്ന് ഫലപ്രദമായി വർഗീയ ശക്തികളെ നേരിടുക എന്ന ഒരു പ്രചാരണ തന്ത്രം തന്നെ പുറത്തു വരുന്നത്. SNDP BJP ബാന്ധവം ഈ പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു കൂട്ടുകെട്ട് ആർക്കായിരിക്കും ആത്യന്തികമായ നഷ്ടമുണ്ടാക്കുക? ഒടുവിൽ UDFനെ പ്രതിസന്ധിയിലാക്കിയ KM മാണിക്കെതിരായുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്ന കോടതി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മേൽക്കൈ നേടാൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടാൻ ഇടതുപക്ഷത്തെ സഹായിക്കുമോ? ഏത് രീതിയിലാണ് ഈ ഇരു മുന്നണികളുടെയും ഒരു പൊസിഷനിങ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ ഒരു ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ താങ്കൾ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ വലിയ തോതിൽ പിന്നോട്ടടിപ്പിക്കാനോ അല്ലെങ്കിൽ UDFന്റെ എതിരായിട്ടൊരു ശക്തമായിട്ടുള്ളൊരു മേൽക്കൈ നേടാനോ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മലബാറിലെ തെരഞ്ഞെടുപ്പ് രംഗമാണ് വ്യക്തിഗതമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ സൗത്തിൽ ഒരുപക്ഷെ ഈ ട്രെൻഡ് ഇങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇടതുപക്ഷം വളരെ പരിമിതമായ ഒരു 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 ട്രാപ്പിലേക്ക് വീണിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോഴേ ഇടതുപക്ഷത്തിനോടുള്ള വിരോധം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPIയും CPMും മാത്രമടങ്ങുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇതായിരുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കേരളത്തിലെ റോള്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന മട്ടിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു 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 സോഷ്യൽ ബേസ് ഇതിനുണ്ടായിരുന്നു. ആ സോഷ്യൽ ബേസിൽ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗങ്ങളുണ്ടായിരുന്നു, RSP പോലുള്ള കക്ഷികളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിപുലമായിട്ടുണ്ടായിരുന്ന പ്രസ്ഥാനത്തെ വളരെ പരിമിതമായ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ബാറ്റ് ചെയ്യുന്നത്. അതിനെ കൗണ്ടർ ചെയ്യാവുന്ന ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഒരു പാർശ്വവൽകൃതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറാവുന്ന ഒരു തരത്തിലുള്ള ഒരു 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 ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളീ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിനൊന്നും ഇടതുപക്ഷത്തിന് ഏത് നിലയ്ക്കാൻ സഹായിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകളായാലും മുസ്ലിം വോട്ടുകളായാലും അതിനെ വലിയ തോതിൽ UDFന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് മൊത്തത്തിൽ നടന്നിരിക്കുന്നത്. ഒരു വലിയ പരിധി വരെ ഇത് ആത്യന്തികമായിട്ട് UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. BJPയും ഗൗരിദാസ് നായർ, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു 2005 വരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2010 വരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണങ്ങൾക്ക് ഉപരിയായി അതിന് പകരമായി ദേശീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങളെ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചുവെന്ന്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ UDF കഴിഞ്ഞ തവണ അവരുണ്ടാക്കിയ ചരിത്ര വിജയത്തിന്റെ ചെറിയ തോതിലെങ്കിലും ഒരു ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി അത് മാറില്ലേ? ആ തരത്തിൽ ശ്രീ NP ചേക്കുട്ടി ഇപ്പോൾ വിലയിരുത്തിയതുപോലെ ഇടതുപക്ഷത്തിന് ഇത്തവണയും അടിതെറ്റാനുള്ള സാധ്യത, ഒരു രാഷ്ട്രീയ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? താങ്കൾ ശ്രീ NP ചേക്കുട്ടിയുടെ നിരീക്ഷണത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ചെക്കുട്ടി പറഞ്ഞതിനോട് യോജിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
കാരണം പൊതുവിൽ നമ്മൾ നടത്തുന്ന ഈ ചർച്ചകൾ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും കൊള്ളാം, കേരളത്തിൽ നമ്മൾ പൊതുവായി നടത്തുന്ന ചർച്ചകളാണെങ്കിലും കൊള്ളാം, ആ ചർച്ചകളുടെ ഒരു പ്രശ്നം ആ പ്രശ്നങ്ങൾ ചർച്ചയുടെ തലത്തിൽ നിൽക്കുമെന്നുള്ളതാണ്. ആ ചർച്ചയുടെ പ്രയോജനം ആർക്കാണ് സിദ്ധിക്കുക എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പശുവിറച്ചി തിന്നുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മതജാതീയ കൂട്ടായ്മയുടെ പുതിയ ഒരു ഡെവലപ്മെൻ്റ് ആണെങ്കിലും കൊള്ളാം, ഇതിൽ നിന്ന് ആർക്കാണ് മെച്ചമുണ്ടാവുക? ഇടതുപക്ഷത്തിന് മെച്ചമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ചർച്ച ചെയ്യാൻ വിഷയമേ ഇല്ലാതിരുന്നൊരു ഘട്ടത്തിൽ നിന്ന് ചർച്ച ചെയ്യാനും കടന്നാക്രമിക്കാനും തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടി. ആ വിഷയം വളരെ ശക്തമായി ഉപയോഗിച്ചതുകൊണ്ട് ഒരു പരിധിവരെ ആ കൂട്ടായ്മയെ എന്ന് വെച്ചാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള കൂട്ടായ്മയെ പ്രതിരോധത്തിലാക്കുന്നതിൽ വിജയിച്ചു. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഒന്ന്, ആ പ്രതിരോധത്തിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് വോട്ട് വരുമോ? ഒരുപക്ഷെ ഇവിടെ നിന്ന് പോകുന്ന വോട്ടിൻ്റെ ചോർച്ചയെ തടയാൻ കഴിയുമായിരിക്കാം. ഇങ്ങോട്ട് വോട്ട് വരുമോ? വരാനുള്ള സാധ്യത കുറവാണ്. രണ്ട്, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് നമ്മൾ എതിർത്താലും വിമർശിച്ചാലും യോജിച്ചാലും ഡൈനമിക്കായ ഒരു ലീഡർഷിപ്പുമായിട്ട് വന്ന വെള്ളാപ്പള്ളി നടേശനെതിരായി നടത്തുന്ന ആക്രമണം, അതിനെ സാധാരണ ഈഴവരായ മനുഷ്യർ, ശ്രീനാരായണീയർ എങ്ങനെയായിരിക്കാം കാണുക? ഇത് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ജാതി മത വിഷയങ്ങൾ വോട്ടിൽ പ്രതിഫലിക്കുമെങ്കിൽ അത് ഒരു ആശയതലത്തിലാണോ പ്രതിഫലിക്കുക, അതോ ഒരു ഇമോഷൻ്റെ തലത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഇമോഷൻ്റെ തലത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ അതിൻ്റെ ദോഷം ഇടതുപക്ഷത്തിനും നമ്മൾ ദേശീയ തലത്തിലും കേരളത്തിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഗുണങ്ങൾ UDFനുമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഞാൻ നേരത്തെ ആദ്യം താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒറ്റ വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇടതുപക്ഷത്തിന് ഒരു അജണ്ട സെറ്റിംഗ് റോൾ ഉണ്ടാവണമായിരുന്നു. ആ അജണ്ട സെറ്റിംഗ് റോളിലേക്ക് അവർ ഒരു 6 മാസം മുമ്പ് വരാൻ ശ്രമിച്ചിരുന്നു. എങ്ങനെ? പ്രാദേശിക തലത്തിൽ വീടുകൾ കയറി ഇറങ്ങി മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങും അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിൻ്റെ മധ്യവർഗ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാവുന്ന വിഷയങ്ങളുമായി അവർ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. പക്ഷേ അതിനെ മുഴുവനും തച്ച് തീർത്തുകൊണ്ടാണ് പുതിയ ഒരു ചർച്ചാ വിഷയവുമായിട്ട് BJP SNDP യോഗ കൂട്ടായ്മ ഉണ്ടായത്. ഇവിടെയെല്ലാം വളരെ തന്ത്രപരമായി പത്തി താഴ്ത്തി UDF കിടക്കുകയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇനി കെ മാണിക്കെതിരായി ഉണ്ടായ വിധി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പൊതു ചർച്ചയിൽ പൊതുവായ ബോധത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമെങ്കിലും ഓരോ വാർഡിലും ആർക്ക് വോട്ട് ചെയ്യണം എന്നത് വരുമ്പോൾ അത് കെ മാണിക്കുള്ള വിധിയായിട്ട് അടിസ്ഥാനത്തിലായിരിക്കില്ല. നേരെ മറിച്ച് സ്വാമി ശാശ്വതികാനന്ദയുടെ ദുരൂഹമായ മരണം സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ തീരുമാനം ഒരുപക്ഷെ ചെറിയ തോതിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞു വരാൻ പോകുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? പ്രമുഖ മാധ്യമ പ്രവർത്തകർ വിലയിരുത്തുന്നു. ഈ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് മടങ്ങി വരാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ തെളിയാൻ പോകുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ വിലയിരുത്തുന്നു. എന്നോടൊപ്പം ഉള്ളത് ശ്രീ C. ഗൗരിദാസൻ നായർ, ശ്രീ NP രാജേന്ദ്രൻ, ശ്രീ PM മനോജ്, ശ്രീ NP ചേക്കുട്ടി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ്. ശ്രീ PM മനോജ്, ഇവിടെ ഗൗരിദാസൻ നായർ പറഞ്ഞു, ഇവിടെ വലിയ തോതിൽ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ആവേശം കൊള്ളിച്ച വിഷയങ്ങൾ അതെല്ലാം ചർച്ചയുടെ ഘട്ടത്തിൽ മാത്രം ഒരു ചർച്ചാ വിഷയങ്ങളായി മാത്രം നിൽക്കുകയും അതൊന്നും വോട്ടുകളായി മാറാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് ശുഷ്കിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നാണ്. SNDP BJP ബാന്ധവത്തിൽ പോലും SNDPയെ കടന്നാക്രമിച്ചുകൊണ്ട് ഇടതുമുന്നണി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വാഭാവികമായി അതിന് വൈകാരികമായ റിഫ്ലക്ഷൻസ് ആണ് ഉണ്ടാവുക. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ജനങ്ങളെ സമീപിക്കാൻ കൃത്യമായ ഒരു അജണ്ട രൂപീകരിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ ഇടതു മുന്നണിക്ക് ഉണ്ടായിരുന്ന ദിശാബോധം പിന്നീട് മറ്റു പല വിഷയങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്യപ്പെട്ട് നഷ്ടപ്പെടുകയായിരുന്നുവെന്ന്. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് NP ചേക്കുട്ടിയും ഒപ്പം തന്നെ ഗൗരിദാസൻ നായരും ഈ ചർച്ചയിൽ നടത്തിയത്. ഇവിടെ SDPI മുഖപത്രമായ തേജസിൻ്റെ പത്രാധിപർ ശ്രീ NP ചേക്കുട്ടി തുടങ്ങി വെച്ച് ശ്രീ ഗൗരിദാസ് നായർ
അംഗീകരിച്ച വിഷയം ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാകും എന്നാണ്. അതിന് എന്താണ് ന്യായീകരണം എന്ന് അവർ പറഞ്ഞതിൽ നിന്ന് ശ്രീ ചെക്കോട്ടി ആദ്യം പറഞ്ഞു, എനിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല. കാരണം അജണ്ട സെറ്റ് ചെയ്തത് 6 മാസം മുമ്പ് അജണ്ട സെറ്റ് ചെയ്യണമായിരുന്നു എന്ന് ശ്രീ ഗൗരിദാസ് നായർ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ കക്ഷി ഏത്, മുന്നണി ഏത്? 2, ജൈവ പച്ചക്കറി കൃഷി അത് തുടങ്ങി വെച്ച പാർട്ടി ഏത്, മുന്നണി ഏത്? അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാര്? അടുത്തത് സാന്ത്വന പരിചരണം, അതായത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് ആര്? ഇതൊക്കെ ശ്രീ ഗൗരിദാസ് നായർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ജനങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിൽ അജണ്ടയുടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിലുപരിയായിട്ട് ഞാൻ ഇത്തവണ പറയുന്നത്, നമ്മളെല്ലാവരും വിട്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനെ നയിക്കുന്ന CPIM-ഉം ഒറ്റക്കെട്ടായി ഐക്യത്തോടെ സാധാരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുള്ളതും വാർത്താ വിവാദ വിഷയമാകാറുള്ളതുമായ ഒരു വിഷയം ഒന്നുകിൽ പാർട്ടിയുടെ തലപ്പത്ത് അല്ലെങ്കിൽ മുന്നണിയുടെ ഘടകകക്ഷികൾ തമ്മിലടി, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിവാദങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഐക്യത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ ശരീരത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംഘടനാപരമായുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം. ഒന്ന്, രാഷ്ട്രീയമായി ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ, അത് കഴിഞ്ഞ് UDF-ന്റെ അഴിമതി അവസാനം മൂടിവെക്കാൻ ശ്രമിച്ചു, അവസാനം മാണിയിലെത്തി നിൽക്കുന്നു, മാണിയെ പുറത്താക്കേണ്ട, മാണി മന്ത്രിയായി തുടരട്ടെ, ഞാൻ ഇത്തരം ഒരു അഴിമതി കേസ് വന്നപ്പോൾ രാജിവെച്ചില്ലല്ലോ, പിന്നെ എന്തിന് മാണി വെക്കുന്നു എന്ന് ധാർമ്മികതയുടെ ചോദ്യം ജനങ്ങളുടെ മുന്നിലേക്ക് ലജ്ജയില്ലാതെ വലിച്ചെറിയുന്ന അവസ്ഥയിലെത്തിയ ഭരണ നേതൃത്വം. മൂന്നാമത്, ഇതിനൊക്കെ മറികടന്നുകൊണ്ട് അരുവിക്കര സിൻഡ്രോം അത് വെച്ച് കേരളത്തെ ആകെ അങ്ങ് മാറ്റിമറിച്ച് കളയാം എന്ന് മല പോലെ വന്ന BJP വെള്ളാപ്പള്ളി നടേശ സഖ്യത്തിൻ്റെ ദയനീയമായ അന്ത്യം. ഇപ്പോൾ അവർ വെള്ളാപ്പള്ളി നടേശയിൽ നിന്ന് രൂക്ഷമായ ഒരു വാക്കും നമ്മൾ കേൾക്കുന്നില്ല. അവസാനം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് LDF-ഉമായിട്ട് വേണമെങ്കിൽ പോലും സഖ്യമാകാം, സ്ഥിരതയില്ലാത്ത നിലപാടിലേക്ക് പോയി. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ, അതിനൊക്കെ പുറമെയാണ് ദേശീയ രാഷ്ട്രീയം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രപതിക്കടക്കം 4 തവണ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ, അതിനെ മൂർച്ഛിപ്പിച്ചുകൊണ്ട് ഡൽഹി കേരള ഹൗസിൽ നടന്ന സംഭവം, ഇതൊക്കെ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളായി ജനങ്ങളോട് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്ന് ഈ മുന്നണി പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ട ആളുകൾ പറയുമ്പോൾ അവരുടെ അജണ്ടയെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പ്രശ്നം, അത് ആരാ പുറത്തേക്ക് കൊണ്ടുവന്നത്? അത് സാധാരണഗതിയിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒന്ന്, അത് LDF നേതൃത്വത്തിൻ്റെ, CPIM നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ദേശീയമായി അന്തർദേശീയമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയതും. ഞാൻ വരാം, താങ്കളെ തിരിച്ചു വരാം. ശ്രീ NP രാജേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ കൃത്യമായ 2 ചേരികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. അതിൽ ഒരു ചേരി പറയുന്നത് ഇടതുപക്ഷം കാര്യമായി ചില വിഷയങ്ങളിൽ ഇടപെട്ടു, പ്രചാരണ വേളയിൽ ശക്തമായി അത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും അതെല്ലാം അണികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് വോട്ടുകളാക്കി മാറ്റാൻ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിനെയാണ് PM മനോജ് ഇവിടെ നേരിട്ടത്. താങ്കൾ ഇതിൽ ഏത് ചേരിയിൽ നിൽക്കുന്നു? ചേരിയായിട്ട് കാണരുത്. നേരത്തെ ശ്രീ NP ചെക്കോട്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇടത് മുന്നണി എന്ന ഒരു സംവിധാനം പഴയ ഇടത് മുന്നണിയിൽ നിന്ന് വളരെ അതിൻ്റെ ഘടനാപരമായിട്ടും അതിൻ്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലും ദുർബലമായിട്ടുണ്ട്. പക്ഷേ മനോജ് പറഞ്ഞതുപോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇത്തവണ പരാതികളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ മുന്നണി ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംഘടനാപരമായിട്ട് അത്തരം വീഴ്ചകളില്ല. മുന്നണി അകത്ത് പിണറായി വിജയനും PS തമ്മിലുള്ള യുദ്ധമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ സംഘടനാപരമായിട്ട് പിന്തുണയുടെ അടിസ്ഥാനത്തിൽ, ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ അവർ വീക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് VS അച്യുതാനന്ദൻ്റെ ശക്തമായ മുന്നേറ്റത്തിലോടുകൂടി അത് ഒരു പരാജയത്തിൻ്റെ ശക്തി കുറക്കാനും LDF-ൻ്റെ വിജയം ഒരു വളരെ ദയനീയമായ വിജയമാക്കി മാറ്റാനും അവർക്ക് കഴിഞ്ഞുവെങ്കിൽ പോലും ഇപ്പോൾ ആ നിലയും മാറിയിട്ടുണ്ട്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും വലിയ ദേശീയ പ്രശ്നങ്ങളും സംസ്ഥാന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെങ്കിൽ പോലും സാധാരണ വോട്ടർമാർ മുഴുവൻ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം എനിക്കില്ല. നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ആര് മത്സരിക്കുന്നു,
ഈ കഴിഞ്ഞ 5 വർഷം ആ പ്രദേശത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടത്തി, ഇനി എന്താണ് അവർ നടത്താൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ബാർ കോഴയും ബീഫ് നിരോധവും SNDP ഒന്നും ഒരു ചർച്ചയാകില്ല. വലിയ ചർച്ചയൊക്കെ തന്നെയാണ്. വോട്ട് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോൾ ഈ ന്യൂനപക്ഷത്തിനിടയിലുണ്ടായിട്ടുള്ള ഭീതികൾ സ്വാധീനം ചെലുത്തും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രശ്നങ്ങളൊക്കെ അല്ല, അതിനേക്കാൾ കൂടുതൽ നാട്ടിലെ പ്രശ്നങ്ങളാണ്. ആര് ജയിക്കണം, ആര് ജയിച്ചാലാണ്. എപ്പോഴും മനുഷ്യൻ സ്വന്തം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ആര് ജയിച്ചാലാണ് എനിക്ക് എൻ്റെ റോഡിൻ്റെ പ്രശ്നം പറയാൻ പോകാൻ പറ്റുക. അത്തരം പ്രശ്നങ്ങൾ ആളുകളുടെ മുഖത്ത് വരിക. അവസാന നിമിഷത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ ആലോചിക്കുക അത്തരം വിഷയങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരിക. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ആശങ്കയോടുകൂടി ദക്ഷിണ കേരളത്തിലെ ഇടതു നേതൃത്വം കാണുന്ന ഒരു വിഷയം, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തുമുള്ള ഒരു വിഷയം, അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മതപരമായിട്ടുള്ള സ്വഭാവമുണ്ട്. ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസികളാണ്, ഹിന്ദു ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ തന്നെ ഈഴവർക്ക് നല്ല സ്വാധീനമുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. ഈ ഈഴവർക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങിയത്. അത് വളരെ വമ്പിച്ച പൊതുയോഗങ്ങൾ നടത്തിയോ വലിയ പ്രകടനങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല സ്വാധീനം കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് ഉള്ളിലെ കൂടിയുള്ള ഗ്രാസ് റൂട്ടിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ ആരോപണ വിഷയമായിട്ടുള്ള മൈക്രോ ഫൈനാൻസിങ്ങും വനിതകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് SNDP നടത്തിയ പ്രാർത്ഥനായോഗങ്ങൾ പോലുള്ള സംഗതികളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് പരമാവധി ഈഴവ വോട്ടുകൾ CPM-ൽ നിന്ന് മാറ്റിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്, എത്രത്തോളം അത് സ്വാധീനിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ പൊതുരാഷ്ട്രീയ വിഷയങ്ങളും ദേശീയ പ്രാധാന്യത്തോടുകൂടി വന്ന വിഷയങ്ങളുമെല്ലാം തൊലിപ്പുറത്തെ വിഷയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ഒരു വോട്ടറെ സ്വാധീനിക്കാൻ പോകുന്നത് അവരവരെ ബാധിക്കുന്ന പ്രാദേശിക വിഷയങ്ങളാണ് എന്നതാണ് ശ്രീ NP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പങ്കുവെക്കുന്നത്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങൾ തന്നെ, അതാത് മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥിയുമായി ഉണ്ടായ വ്യക്തിപരമായ അടുപ്പം, സ്വന്തം പ്രദേശത്തെ വളർച്ചയും വികസനവും, ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും ഇത്തവണയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്നതാണോ താങ്കളും വിലയിരുത്തുന്നത്? ഗോപി, പ്രാദേശിക വിഷയങ്ങൾ മാത്രമായിരിക്കും നിർണായകം അല്ലെങ്കിൽ വിധി നിശ്ചയിക്കുക എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 2010 വരെയുള്ള പഞ്ചായത്തിലെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ദേശീയ പ്രശ്നങ്ങൾക്കും മറ്റ് കേരളത്തെ ഒട്ടാകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കും കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ സ്വാധീനിക്കുക ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അത് LDF അധിഷ്ഠിത UDF അധിഷ്ഠിത രാഷ്ട്രീയം മാത്രമായിരുന്നു. ഇത്തവണയാണ് ഒരു ശ്രമം നടക്കുന്നത്. BJP അമിത്ഷായുടെ ബുദ്ധിയിൽ വിരിഞ്ഞതാവാം, അല്ലെങ്കിൽ ആരുടെ ബുദ്ധിയിൽ ഉണ്ടായതാവട്ടെ, SNDP-യെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ മുന്നണിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം. അത് ഗൗരി ഇവിടെ പറഞ്ഞു. അതിനെതിരായിട്ട് വന്ന വളരെ രൂക്ഷമായ വിമർശനങ്ങൾ, വളരെ രൂക്ഷമായിരുന്നു. പേരെടുത്ത് പറഞ്ഞ് പറയാവുന്ന, ഒരുപക്ഷെ പുറത്ത് പറയാനാവാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് ഗൗരി പറഞ്ഞു വെച്ചത് ഒരുപക്ഷെ ഒരു ഈഴവ പ്രൈഡിനെ അല്ലെങ്കിൽ ഈഴവ അഭിമാന ബോധത്തെ ബാധിക്കുകയും അത് BJP-ക്ക് അനുകൂലമായി വരികയും ചെയ്തൊരു സാഹചര്യം അദ്ദേഹം കാണുന്ന ഒരു സാധ്യത ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഉറച്ച ഇടതുപക്ഷ ബോധം നിലനിൽക്കുന്ന ഒരു സമൂഹമാണത്. അതിനെ വലിയ തോതിൽ LDF-ന് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് BJP-ക്കോ അല്ലെങ്കിൽ SNDP-ക്കോ വലിയ അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കത്തക്ക രീതിയിൽ കഴിഞ്ഞു. നമുക്കറിയാം, VS അച്യുതാനന്ദൻ എടുത്ത ചില നിലപാടുകൾ, അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ SNDP കോളേജുകളിലെ അഴിമതിയെക്കുറിച്ച് അദ്ദേഹം എടുത്ത ഒരു നിലപാട്, ഒപ്പം തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്ത ഒരു നിലപാട്, ആ നിലപാടിനൊപ്പം CPM-ലെ മറ്റ് നേതാക്കളും ചേർന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ VS എടുത്ത ശക്തമായ ഒരു നിലപാടാണ് വാസ്തവത്തിൽ BJP SNDP ഈ ബാന്ധവത്തെ ഒരു വലിയ ശക്തിയാക്കി മാറ്റി നിർത്തുന്നതിനൊരു തടയിട്ടത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം ആഗ്രഹിക്കാത്ത തരത്തിൽ വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വീണ്ടും VS വരുന്ന ഒരു സാഹചര്യവും സംഭവിച്ചു. പക്ഷേ നമുക്ക് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, മനോജ് പറഞ്ഞു പല കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കി, അതൊക്കെ എത്രത്തോളം വോട്ടാകും എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ശരിയാണ് മനോജ് പറഞ്ഞത്, ഒന്നിച്ചു നിൽക്കാനായിട്ട്, അതായത്
അല്ലെങ്കിൽ VS ഈ പ്രാധാന്യം കിട്ടുമായിരുന്നു. നമ്മൾ ഇതൊക്കെ നമ്മൾ അരുവിക്കരയിലും കണ്ടതാണ്. അതിലെ അരുവിക്കര സിൻഡ്രോം എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിച്ച് പരിഹസിച്ച് മാറ്റിയെടുത്താം. പക്ഷേ ഇതൊക്കെ നമ്മൾ അരുവിക്കരയിലും കണ്ടതാണ്. VS നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രചാരണ രീതി. VS നേതൃത്വം നൽകുന്നു, VS മുന്നിൽ നിൽക്കുന്നു. ഈ വക ഇഷ്യൂസ്, ഈ വക വർത്തമാനങ്ങൾ, ആറാട്ടുമുണ്ടനെ പോലെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളവിടെ കണ്ടതാണ്. പക്ഷേ എത്രത്തോളം വോട്ട് ആകുമെന്നുള്ള. പക്ഷേ ഒരു കാര്യം ശരിയാണ്, കൃത്യമായിട്ട് ഐക്യത്തോടെ നിൽക്കാൻ LDF സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കെ കരുണാകരൻ മുരളിയെ കൊണ്ടുവന്നപ്പോൾ എതിർത്ത ആളുകൾ നായനാരുടെ മകളെ മത്സരിപ്പിക്കുന്നു, നായനാരുടെ ചിത്രം വെച്ച് മത്സരിപ്പിക്കുന്നു, PKVയുടെ മകൾ മത്സരിക്കുന്നു. അങ്ങനെ അവരുടെ സാമ്പ്രദായികമായ സമീപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഇടതുപക്ഷ മുന്നണിക്ക് ജേക്കബ് ജോർജ്, താങ്കൾ നേരത്തെ ശ്രീ ഗൗരിദാസ് നായർ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വളരെ നേരത്തെ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ജനമനസ്സുകളിലേക്ക് എത്താൻ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലും സാധിച്ചില്ല എന്ന നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? രണ്ട്, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ ഇവിടെ ജാതി മത രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഒരു മഹാഭൂരിപക്ഷത്തിന്റെ ഐക്യം, ഒരു ഹിന്ദു ഐക്യം എന്ന ആഹ്വാനവുമായാണ് SNDPയുടെ പാർട്ടി രൂപീകരണ പ്രഖ്യാപനം ഉണ്ടായത്. SNDP BJP ബാന്ധവം വലിയ തോതിൽ ഈഴവ സമുദായത്തിന്റെ വോട്ടുകളെ സ്വാധീനിക്കാൻ പോകുന്നില്ല. അതിനും അപ്പുറം ഒരു ഇടതാഭിമുഖ്യം ശക്തമായ ഒരു ഇടതാഭിമുഖ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അത് ഇടത് ക്യാമ്പിൽ ചോർച്ച ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന സണ്ണിക്കുട്ടി എബ്രഹാമിന്റെ നിരീക്ഷണത്തോടും താങ്കളുടെ പ്രതികരണം? അല്ല, നമുക്ക് NB ചേക്കുട്ടി മുതൽ NB രാജേന്ദ്രൻ മുതൽ ഗൗരി, സണ്ണിക്കുട്ടി ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളിൽ പല രസകരമായ ചർച്ചയാണ്. കാരണം പല വാദങ്ങളും പല ആർഗ്യുമെന്റ്സ് ഉയർന്നു വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ച ഇത്ര വിശാലമായി ഗഹനമായി ആഴത്തിൽ പോകുന്നത് വളരെ രസകരമായ കാര്യമാണ്. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ. ഇപ്പം പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലൊക്കെ വോട്ട് ചെയ്യാം. പക്ഷെ ഒരാൾക്കൊരു വോട്ട്, ആ വോട്ടിൽ അയാളുടെ സുഹൃത്ത് ബന്ധം, അവിടുത്തെ വാർഡിൻ്റെ പ്രശ്നം, ആ നാട്ടിലെ പ്രശ്നം ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്താണ് രാഷ്ട്രീയം വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഒരു വ്യക്തി വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ നോക്കുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട വിഷയം ഗൗരി ചൂണ്ടിക്കാണിച്ചു. ഈഴവ സമുദായം എങ്ങനെ പ്രതികരിക്കും? ഈഴവരുടെ നേതാവായ വെള്ളാപ്പള്ളിയെ VS അച്യുതാനന്ദൻ നിശിതമായി വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഈഴവ സമുദായം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഗൗരി പറയാതെ ഉന്നയിച്ച ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, നായർ സമുദായം ഇതിനെ എങ്ങനെ കാണുന്നു? ഇതുവരെയും കേരളത്തിൽ BJPയുടെ അടിത്തട്ടിലുള്ള പിന്തുണ എന്ന് പറയുന്നത് നായർ സമുദായമാണ്. സണ്ണിക്കുട്ടിയും ഗൗരിയും ഞാനും PM മനോജും ഒക്കെ തിരുവനന്തപുരത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ നെയ്യാറ്റിൻകര, തിരുവനന്തപുരത്തിനടുത്തുള്ള നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കണ്ടതാണ്. O രാജഗോപാലിൻ്റെ പിന്നിൽ ആവേശത്തോടെ നിന്ന് പ്രവർത്തിച്ചത് അവിടുത്തെ നായർ സമുദായമാണ്. ആ നായർ സമുദായത്തിന് വെള്ളാപ്പള്ളിയുടെയും SNDP യോഗത്തിനെയും പുറകെ പോകുന്ന BJPയോട് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടുകൂടിയും പിന്തുണ കൊടുത്ത് പഴയതുപോലെ തോളിൽ കൈയിട്ട്, ഈഴവ സമുദായങ്ങളുടെ തോളിൽ കൈയിട്ട് പ്രവർത്തിക്കാൻ നായർ സമുദായം, നായർമാർ എങ്ങനെ മുന്നോട്ട് വരും? ഒരു വലിയ ചോദ്യമാണ്. കേരള സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ അന്വേഷിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഉത്തരം പറയും. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം ശുഷ്കമായി പോയി എന്നുള്ളതാണ് NB ചേക്കുട്ടി ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഘടകകക്ഷികളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്ക് UDFൽ എണ്ണം കൂടുതലാണ്, ഇടതുപക്ഷത്തിന് എണ്ണം കുറവാണ്. പക്ഷേ ദേശീയ തലത്തിൽ BJP നടത്തിയ മുന്നേറ്റം, അവർ ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന സാമുദായിക ധ്രുവീകരണങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ ന്യൂനപക്ഷ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ലേ? കേരളത്തിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, ഇവരുടെ കേരളത്തിൻ്റെ പൊതുവായ മതേതര മനസ്സ്, ഈ മനസ്സ് എങ്ങോട്ട് തിരിയുന്നു? തീർച്ചയായിട്ടും ഇടതുപക്ഷം ഇവിടെ പരാജയപ്പെട്ടാൽ അങ്ങനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. NB ചേക്കുട്ടി പറയുന്നത് ഇടതുപക്ഷം മുന്നിൽ പോകുമെന്ന് തന്നെയാണ്. എന്താണ് ആ മനസ്സിലുള്ളത്? ആ മനസ്സിലുള്ളത് ഒരു പ്രത്യേക ധ്രുവീകരണത്തിൻ്റെ ഭാഗമായ ചിന്താഗതിയാണ്. ആ ധ്രുവീകരണമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ജാതി മത ശക്തികളെ ധ്രുവീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ BJPക്ക് കഴിയും എന്നാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട NB ചേക്കുട്ടി, കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ന്യൂനപക്ഷ മനസ്സ് ഇവിടെ രൂപപ്പെടുന്നുണ്ട്. യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും മനസ്സ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP നടത്തുന്ന വലിയൊരു രാഷ്ട്രീയ കണക്കുകൂട്ടലുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്ന 7 ജില്ലകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തും കാസർഗോഡും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വരെ ഇത്തവണ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം
BJP-ക്കുണ്ട്. അതിനവർ ആധാരമാക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ മറ്റാരുടെയും പിന്തുണയില്ലാതെ അവർ നേടിയെടുത്ത ഒരു പൊസിഷനിങ് ആണ്. BJP ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കാൻ പോകുന്നത്? ഏത് തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് താങ്കൾ വിലയിരുത്തുമ്പോൾ? ശ്രീ NP ചേക്കുട്ടി. ശ്രീ NP ചേക്കുട്ടി താങ്കളോടാണ്. എനിക്കൊന്ന് ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്. ശ്രീ ഗൗരിദാസൻ നായർ, താങ്കൾ കാണുമ്പോൾ BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരുപക്ഷെ ഇതിന് നമ്മളൊരു സെമി ഫൈനൽ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധ്യമാകുന്ന അല്ലെങ്കിൽ അതിന് ആത്മവിശ്വാസം പകരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നടത്താൻ കഴിയുമോ? ഇത്തരത്തിലൊരു ചർച്ചയുടെ പ്രധാന പ്രശ്നം ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഭാഷണം പലപ്പോഴും ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക് ചുരുക്കപ്പെടാനിടയുണ്ട്. അതാണ് മനോജിൻ്റെ വിമർശനം. ഈ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ 2010 തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് 500-ൽ താഴെ വാർഡുകളാണ്. 500-ൽ താഴെ എന്ന് പറയാൻ കൃത്യമായിട്ട് പറയാൻ 473 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 473 വാർഡുകൾ ജയിച്ച BJP ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലോ ബേസ് ലൈനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു അടിസ്ഥാന രേഖ വളരെ താഴെയാണ്. അപ്പോൾ വളരെ അടിസ്ഥാന രേഖയിൽ നിന്ന് തുടങ്ങുന്ന BJP 473-ൽ നിന്ന് അത് 700 ആക്കിയാലും 800 ആക്കിയാലും 100% വർധനവ് നേടും. അല്ലെങ്കിൽ 100%-ത്തിനടുത്ത് 60%-ഓ 80% വർധനവ് നേടും. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വർധനവാണോ BJP-യുടെ കേന്ദ്ര നേതൃത്വം BJP-യുടെ മുന്നിൽ വെച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1500 വാർഡുകളെങ്കിലും ഇക്കുറി ജയിച്ചിരിക്കണമെന്നാണ്. ഇനി ഇതിൽ തന്നെ ചില പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള യോജിപ്പിന് ശ്രീ V. മുരളീധരനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും BJP-യിൽ എതിർപ്പാണ്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഫലമായിട്ടാണ് BJP-ക്കുള്ളിൽ 2 തരം ഭാഷയിൽ 2 തരം സംഭാഷണം നടക്കുന്നത്. BJP-ക്കുള്ളിൽ വളരെ ശക്തമായ പിളർപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണിത്. ഇത് കാണാതിരിക്കരുത്. അങ്ങനെ പിളർപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് BJP മുന്നോട്ട് വരും എന്ന് നമ്മൾ ഈ പറയുന്നത്. മാധ്യമങ്ങളിലാണ് BJP കൂടുതൽ നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടും ദേശീയ തലത്തിൽ അവർക്ക് കിട്ടിയ ഇമേജിൻ്റെ ഫലമായിട്ടും സ്വാഭാവികമായി സാധാരണ മനുഷ്യരുടെ മനസ്സിൽ BJP ഒരു രാഷ്ട്രീയ ശക്തിയായി വളരുന്നു എന്ന തോന്നൽ വളരുന്നുണ്ട്. അതിൻ്റെ ചില ഫലങ്ങൾ അവർക്കുണ്ടാകും. പക്ഷെ 473-ൽ നിന്ന് BJP എത്രയിടം വരെ പോകും എന്ന് നമ്മൾ കാണണം. അമിത്ഷാ ചോദിക്കുന്ന 1500-ൽ BJP എത്തുമോ? അങ്ങനെ BJP എത്തിയാൽ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണ്? BJP എത്തിയാൽ BJP നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ധർമ്മസങ്കടം, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ വെള്ളാപ്പള്ളി നടേശനായിരിക്കുമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുർഘടമാണിത്. ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വിഷയങ്ങളും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു കാര്യം പറയുമ്പോൾ ഇത് പറയാത്തത്. രണ്ടാമത്തെ പ്രശ്നം, ഇടതുപക്ഷ മുന്നണിയെ നോക്കുക. ഇടതുപക്ഷ മുന്നണിയും ഇതിന് സമാനമായ തരത്തിൽ ഒരു ലോ ബേസ് ലൈനിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ്? കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 35-നും 40-നും ഇടയ്ക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാത്രമേ നേടാനായുള്ളൂ. അവിടെ നിന്ന് അവർ 45-ലേക്ക് എത്തിയാൽ 50-ലേക്ക് എത്തിയാൽ അവർ വളർന്നു. റൈറ്റ്, ഞാൻ ഇടപെടുകയാണ്. കേരളം രാഷ്ട്രീയമായി എന്ത് ചിന്തിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ ചിത്രത്തിലൂടെ വ്യക്തമാകും. ഏതൊക്കെ വിഷയങ്ങളാണ് ജനവിധിയെ സ്വാധീനിച്ചതെന്നതിനും നമ്മൾ കാത്തിരിക്കണം. വളരെയധികം നന്ദി ശ്രീ ഗൗരിദാസൻ നായർ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ NP രാജേന്ദ്രൻ, ശ്രീ PM മനോജ്, ശ്രീ NP ചേക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു.